എണ്ണി എണ്ണി കൊട്ടക്കണക്കിന് കിട്ടിയിട്ടും ചൈനയ്ക്ക് ഇനിയും മതിയായിട്ടില്ല. നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് ഇപ്പോൾ ഏറെ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയാണ്. അതായത് രാജ്യത്തെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ അരുണാചൽ പ്രദേശിലെ ഓരോ മുക്കിലും മൂലയിലും കിടക്കുന്ന ചെറിയ കല്ലുകൾക്കും പാറകൾക്കും വരെ സ്വന്തം ഇഷ്ടത്തിന് ചൈനീസ് പേരുകൾ ഇട്ടുകൊടുത്ത് ദിവസവും ഉറക്കം തൂങ്ങി കളിക്കുകയാണ് അവിടുത്തെ ഭരണാധികാരികൾ. ഭൂപടത്തിൽ എന്തൊക്കെയോ മാറ്റിവരച്ചാൽ അരുണാചൽ പ്രദേശ് നാളെ തൊട്ട് ചൈനയുടെ വകയായി മാറുമെന്നാണ് ഇവരുടെയൊക്കെ ഒരു വ്യാമോഹം. എന്നാൽ ചൈനയുടെ ഈ ഭൂപടക്കളി കണ്ട് ഇന്ത്യ വെറുതെ നോക്കി നിൽക്കുമെന്ന് കരുതിയെങ്കിൽ ആ മോഹവുമായി അവിടെ ഇരുന്നാൽ മതി. അരുണാചലിലെ 27 പ്രമുഖ സ്ഥലങ്ങൾക്കും ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾക്കും ഒഫീഷ്യലായ സ്റ്റാൻഡേർഡ് പേരുകൾ നൽകി സർവേ ഓഫ് ഇന്ത്യ അസലായി ഒരു പുതിയ ഭൂപടമിറക്കി ചൈനയുടെ മുഖത്തടിച്ച മറുപടിയാണ് നൽകിയിരിക്കുന്നത്. അരുണാചൽ പ്രദേശ് എക്കാലത്തും ഇന്ത്യയുടെ അഭിമാനമായ അവിഭാജ്യ ഘടകമാണെന്നും ആ സത്യം ഇനി മാറ്റാൻ ചൈനയുടെ അപ്പൂപ്പന്മാർ വിചാരിച്ചാലും നടക്കില്ലെന്നും കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ് നമ്മുടെ രാജ്യം. യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് തൊട്ടടുത്തുള്ള ലോങ്ജു മുതൽ ശംഭു സരോവർ, ബാരാകുണ്ടുൻ, ഛോട്ടാകുണ്ടുൻ, ധൻബാരി, പ്രീത് നഗർ, തെരിത് നഗർ, രാംനഗർ, ജസ്വന്ത്ഗഡ്, സാഗർ, പത്മ, ജ്യോതി നഗർ, ബൈശാഖി ഗ്രാമം തുടങ്ങി ഷേർ ഇ ദാപ്പ സ്മാരകം, ഛോട്ടാ റോബുക്ക്, ബാരാ റോബുക്ക്, ശിവാജി നഗർ, സൺപുര, കമലാങ് നഗർ, ബുദ്ധ ക്ഷേത്രം വരെയുള്ള ഓരോ ഇടങ്ങളും നമ്മുടെ സ്വന്തം ഔദ്യോഗിക ഭൂപടത്തിൽ വൃത്തിക്ക് കടുപ്പിച്ച് എഴുതി ചേർത്തിട്ടുണ്ട്. ചൈനയുടെ ഈ മനോരോഗത്തരം കാണുമ്പോൾ ഇവരെ കൊണ്ട് തോറ്റല്ലോ എന്ന് മാത്രമേ പറയാൻ കഴിയൂ. എന്നാൽ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. അരുണാചലിൽ അടിവാങ്ങി തൊലി പൊളിഞ്ഞതിന്റെ ചൊറിച്ചിൽ തീർക്കാൻ ചൈന വേറെയും ചില കുടില ബുദ്ധികളുമായി ഇറങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള ബിസിനസ് വിസകൾ വെട്ടിക്കുറച്ചുകൊണ്ട് പുതിയൊരു കളിക്കാണ് ബീജിംഗ് ഇപ്പോൾ തിരികൊളുത്തിയിരിക്കുന്നത്. ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ തുടങ്ങി രാജ്യത്തെ പ്രമുഖ വ്യവസായ മേഖലകളിലെ ഫാക്ടറികളുടെ പ്രവർത്തനങ്ങളെയും പുതിയ പ്രൊജക്ടുകളെയും തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ചൈനീസ് ഭരണകൂടം ഈ പണിയൊപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ പല വൻകിട വ്യവസായങ്ങളും അസംസ്കൃത വസ്തുക്കൾക്കും യന്ത്രസാമഗ്രികൾക്കും സാങ്കേതിക വൈദഗ്ധ്യത്തിനുമായി ചൈനയെ ആശ്രയിക്കുന്നുണ്ട് എന്ന ദൗർബല്യം മുതലെടുത്ത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ മുടക്കാനാണ് ഈ എണ്ണ കമ്പനികളുടെ നാടൻ തന്ത്രം. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇന്ത്യൻ കമ്പനികൾ സമർപ്പിക്കുന്ന വിസ അപേക്ഷകളിൽ വെറും 20 മുതൽ 40% മാത്രമാണ് ചൈന അംഗീകരിക്കുന്നത്. പണ്ടൊക്കെ എളുപ്പത്തിൽ പാസ്സായി പോയിരുന്ന അപേക്ഷകളാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ മേശപ്പുറത്ത് പൊടി പിടിച്ചു കിടക്കുന്നത്. വിസ ലഭിക്കാത്തത് കാരണം വിദഗ്ധരായ എഞ്ചിനീയർമാർക്കും സാങ്കേതിക വിദഗ്ധർക്കും സമയത്തിന് യാത്ര ചെയ്യാൻ കഴിയാതെ വരുന്നത് നമ്മുടെ സപ്ലൈ ചെയിനുകളെ ചെറുതായിട്ടൊന്നുമല്ല ഉലയ്ക്കുന്നത്. ഗാൽവൻ സംഘർഷത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായതു മുതൽ ഇന്ത്യയുടെ വളർച്ചയെ എങ്ങനെയെങ്കിലും കാലുമാറി താഴെയിടാൻ കയ്യിലുള്ള എല്ലാ അടവും ചൈന പുറത്തെടുക്കുന്നുണ്ട്. സാങ്കേതിക വിദ്യയുടെയും വിദഗ്ധരുടെ ഒഴുക്കും തടഞ്ഞു നിർത്തി ഇന്ത്യയുടെ ഉൽപാദന മേഖലയെ മന്ദഗതിയിലാക്കാമെന്നാണ് ഈ വിദ്വാൻമാരുടെ കണക്കുകൂട്ടൽ. വിസ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണെന്നും പല കമ്പനികളും നയതന്ത്ര തലത്തിൽ ഈ വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ ചൈനയുടെ ഈ കൊച്ചു കളികൾ കണ്ട് ഇന്ത്യ വിറച്ചോടുമെന്ന് കരുതിയെങ്കിൽ ചൈനീസ് സർക്കാരിന് വലിയ തെറ്റുപറ്റിയിരിക്കുന്നു. ഇതൊക്കെ ഇന്ത്യയെ സംബന്ധിച്ച് വെറും ഓലപ്പാമ്പ് മാത്രമാണ്. ചൈനീസ് വിസകൾ തടഞ്ഞു വെച്ചതുകൊണ്ട് ഇന്ത്യയുടെ കുതിപ്പ് ഒരിക്കലും നിലയ്ക്കാൻ പോകുന്നില്ല. സ്വന്തം കാലിൽ നിൽക്കാനും സ്വന്തമായി പുതിയ സാങ്കേതിക വിദ്യകൾ കണ്ടെത്താനും ഇന്ത്യ ഇപ്പോൾ വലിയ രീതിയിൽ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൈനയെ അമിതമായി ആശ്രയിച്ചിരുന്ന ആ പഴയ അവസ്ഥയിൽ നിന്നും രാജ്യം ഇപ്പോൾ സ്വയം പര്യാപ്തതയുടെ പുതിയ പാതകളിലേക്ക് അതിവേഗം വളർന്നു കഴിഞ്ഞു. ഒരു വഴിയടച്ചാൽ 10 വഴികൾ സ്വയം തുറക്കുന്നതാണ് ഇന്ത്യയുടെ ശൈലി. അരുണാചലിൽ ഭൂപടം മാറ്റിപ്പറഞ്ഞും വിസ നിഷേധിച്ച് ഭീഷണിപ്പെടുത്തിയും ഇന്ത്യയെ വരുതിയിലാക്കാമെന്ന് ചൈന സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ആ പകൽക്കിനാവ് അവർക്ക് എക്കാലത്തും കിനാവായി തന്നെ അവശേഷിക്കും. രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേൽ കൈകടത്താൻ വരുന്ന ആരെയും വലിപ്പ ചെറുപ്പമില്ലാതെ നിലയ്ക്കു നിർത്താൻ കഴിയുന്ന ഭരണകൂടമാണ് ഇന്നത്തേത്. ചൈനയുടെ ഓരോ കുടില നീക്കങ്ങൾക്കും കൃത്യമായ മറുപടി കൊടുത്ത് ഇന്ത്യ ലോകത്തിന് മുന്നിൽ തല ഉയർത്തി തന്നെ നിൽക്കും. ഇനിയും ഇത്തരം അടവുകളുമായി ചൈന ഇറങ്ങിയാൽ ഇതിലും വലിയ തിരിച്ചടികൾക്കായിരിക്കും ആ രാജ്യം സാക്ഷ്യം വഹിക്കേണ്ടി വരിക. പരമാധികാര രാജ്യത്തിനു മേൽ കുതന്ത്രങ്ങൾ മെനയുന്ന ചൈനീസ് ഭരണകൂടത്തിന്റെ ഇത്തരം പിന്തിരിപ്പൻ നടപടികൾക്കെതിരെ ലോകരാഷ്ട്രങ്ങൾ പോലും ഇന്ന് കടുത്ത വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത്.
സ്വന്തം രാജ്യത്തെ സാമ്പത്തിക മാന്ദ്യവും പ്രശ്നങ്ങളും മറച്ചുവെക്കാൻ അയൽ രാജ്യങ്ങളുടെ മേൽ ചൊറിച്ചിലുണ്ടാക്കി നടക്കുമ്പോൾ ഇന്ത്യ നൽകുന്ന ശക്തമായ പ്രഹരങ്ങൾ ചൈനയുടെ സകല അഹങ്കാരത്തെയും അടിമുടി ഉലയ്ക്കുന്നുണ്ട്. ഏതായാലും ചൈനയുടെ ഈ വിസക്കളികളും ഭൂപട നാടകങ്ങളും ഇന്ത്യയുടെ മഹത്തായ മുന്നേറ്റത്തിന് മുന്നിൽ വെറും പൂജ്യമായി മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. സാങ്കേതിക രംഗത്തും ഉൽപാദന മേഖലയിലും ചൈനയുടെ കുത്തക തകർത്തെറിയാൻ രാജ്യം ഇപ്പോൾ വലിയ ചുവടുവെപ്പുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചൈനീസ് ഉൽപ്പന്നങ്ങളെയും കമ്പനികളെയും മാത്രം ആശ്രയിച്ചിരുന്ന ആ പഴയ കാലഘട്ടം അവസാനിച്ചു കഴിഞ്ഞു. ആഗോള വിപണിയിൽ ഇന്ത്യ ഇന്ന് സ്വന്തമായൊരു മേൽവിലാസം ഉണ്ടാക്കി കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യം ബീജിംഗിലെ ഭരണാധികാരികൾ ഇനിയെങ്കിലും തിരിച്ചറിയുന്നത് നന്ന്. ഇന്ത്യയുടെ വളർച്ചയെ തടയാൻ നോക്കുന്ന ഇത്തരം വില കുറഞ്ഞ തന്ത്രങ്ങൾക്കൊന്നും ഭാരതത്തിന്റെ കുതിപ്പുകളെ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് വലിക്കാൻ സാധിക്കില്ല. ഏത് പ്രതിസന്ധിയെയും അവസരമാക്കി മാറ്റാനുള്ള അപാരമായ ശേഷി ഇന്ത്യക്കുണ്ട് എന്ന് ലോകം പലതവണ കണ്ടു കഴിഞ്ഞതാണ്. ചൈനയുടെ ഇത്തരം തോന്നിവാസങ്ങൾക്കെതിരെ കൂടുതൽ കടുത്ത നടപടികൾ സ്വീകരിക്കാൻ തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ തീരുമാനം. രാജ്യത്തിന്റെ പരമാധികാരവും സുരക്ഷയും മുൻനിർത്തിയെടുക്കുന്ന ഇത്തരം ശക്തമായ തീരുമാനങ്ങൾ ഏതൊരു ശത്രുവിനെയും വിറപ്പിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഇന്ത്യയെ തളർത്താമെന്ന് കരുതുന്നവർക്കുള്ള ഏറ്റവും വലിയ മറുപടിയായിരിക്കും ഈ തിരിച്ചടികൾ എല്ലാം തന്നെ. അയൽ രാജ്യങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാമെന്ന വ്യാമോഹം ചൈന എത്രയും പെട്ടെന്ന് ഉപേക്ഷിക്കുന്നതാണ് അവർക്ക് നല്ലത്. ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഇന്ത്യയുടെ കരുത്തും 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു. ചൈനീസ് ഭരണകൂടത്തിന്റെ ഇത്തരം കുടില ബുദ്ധികൾക്ക് മുന്നിൽ ഇന്ത്യ ഒരിക്കലും തലകുനിക്കില്ലെന്ന് അടിവരയിട്ട് പറയുന്നതാണ് ഓരോ പുതിയ സംഭവ വികാസങ്ങളും. അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ടു പോകുമോ എന്ന ഭയം കാരണം ഇത്തരം വിടുവായുത്തരങ്ങൾ കാണിക്കുന്ന ബീജിംഗിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ കാൽക്കീഴിലെ മണ്ണൊലിച്ചു പോകുന്നത് അവർ വൈകാതെ തിരിച്ചറിയും. സ്വന്തം സാമ്പത്തിക അടിത്തറ തളരുമ്പോൾ അയൽ രാജ്യങ്ങളുടെ മേൽ കുതിര കയറാൻ നോക്കുന്ന ഈ വിഡ്ഢിത്തം ചൈനയ്ക്ക് ഭാവിയിൽ വലിയ വില നൽകേണ്ടി വരും. ഇന്ത്യയുടെ സ്വയം പര്യാപ്തത ലക്ഷ്യമാക്കിയുള്ള ആത്മനിർഭർ ഭാരത് പോലുള്ള പദ്ധതികൾ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രീതിയെ അടിമുടി മാറ്റിമറിച്ചു കഴിഞ്ഞു. വിസ നിരോധനങ്ങൾ കൊണ്ടും ഭൂപട നാടകങ്ങൾ കൊണ്ടും ഇന്ത്യയുടെ കുതിപ്പിനെ തടയാൻ കഴിയില്ലെന്ന് മാത്രമല്ല, മറിച്ച് ഇത് രാജ്യത്തെ കൂടുതൽ കരുത്തുള്ളതാക്കാനേ സഹായിക്കുന്നുള്ളൂ. ചൈനീസ് ഉൽപ്പന്നങ്ങളെ പാടെ ബഹിഷ്കരിക്കാനും തദ്ദേശീയമായ ഉൽപാദന യൂണിറ്റുകൾക്ക് ഊന്നൽ നൽകാനും ഇന്ത്യൻ വ്യവസായിക ലോകം ഇതിനോടകം തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അവരുടെ ഈ കളി നമ്മോടുള്ള സൗന്ദര്യ പിണക്കമൊന്നുമല്ല, മറിച്ച് വൻകിട സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള പോരാട്ടമാണ്. അതിൽ തോറ്റു മടങ്ങേണ്ടി വരിക ചൈനയ്ക്കായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ കൊച്ചു കളികളൊക്കെ അവസാനിപ്പിച്ച് ചൈന സ്വന്തം കാര്യം നോക്കുന്നതാണ് അവർക്ക് കൂടുതൽ നല്ലത്. ലോകവേദിയിൽ ഇന്ത്യ ഇന്ന് കൈവരിച്ചിരിക്കുന്ന അജയ്യമായ കുതിപ്പുകൾ കണ്ട് വിറളി പൂണ്ട് ഇത്തരം കുടില മാർഗങ്ങൾ പരീക്ഷിക്കുന്ന ചൈനീസ് ഭരണകൂടത്തിന് ചരിത്രം നൽകുന്ന മറുപടി വളരെ ശക്തമായിരിക്കും. ഏതൊരു വെല്ലുവിളിയെയും അതിജീവിച്ച് ഇന്ത്യ ലോകത്തിന്റെ നെറുകയിലേക്ക് കുതിക്കുമ്പോൾ ചൈനയുടെ ഇത്തരം പൊട്ടത്തരങ്ങൾ വെറും നോക്കുകുത്തിയായി മാറുമെന്നതിൽ തർക്കമില്ല. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.